ഹേ ഗൈസ്, ഇന്നലത്തെ നമ്മുടെ അജ്മലിക്കായിട്ടുള്ള കോൺവെർസേഷന് ശേഷം ഞാൻ എത്ര ഹാപ്പിയാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഗൈസ്. എന്നിട്ട് ഇന്ന് കൊച്ചൗസ പള്ളിയായിട്ട് ഞാൻ നേർക്ക് നേർന്ന് സംസാരിക്കാൻ പോകുന്നു ഗൈസ്. ഒരു 8 വർഷം മുന്നേ ഉള്ള കാർത്തിക് സൂര്യ ഉണ്ടല്ലോ ഗൈസ്, ഒരു എക്സ്പോർട്ട് ഫേമൊക്കെ തുടങ്ങി ഒരു ബിസിനസ്സിൽ കാലുറപ്പിക്കാൻ ആഗ്രഹിച്ച് നടന്ന ഒരു കാർത്തിക് സൂര്യ, അല്ലെങ്കിൽ 5 വർഷം BBAയും MBAയും പഠിച്ചുകൊണ്ടിരുന്ന കാർത്തിക് സൂര്യ, അല്ലെങ്കിൽ +1 +2 പഠിക്കുന്ന സമയത്ത് ഒരു ഓൺട്രപ്രണർ ആവണം എന്ന് കൊതിച്ചിട്ടുള്ളൊരു കാർത്തിക് സൂര്യക്ക് അന്നൊക്കെ സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഗൈസ് ഞാൻ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്റെ കൊച്ചിലെ മുതൽ ഞാൻ 24 വയസ്സ് ആവുന്ന വരെയുള്ള എന്റെ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വലിയ സംരംഭകനാവുക എന്നുള്ളതായിരുന്നു. ആൻഡ് വീഗാർഡിന്റെയും വീഗാലാൻഡിന്റെയും ഒക്കെ ഫൗണ്ടർ ഓണർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പീക്ക് ഗൈസ് കേരളത്തിലൊക്കെ. അന്നൊന്നും എനിക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് സ്വപ്നം പോലെ ലിറ്ററലി ഞാൻ പറയുകയാണ്. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ഗോഡ്, ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ഇങ്ങനൊരു പോഡ്കാസ്റ്റ് നമ്മൾ കാർത്തിക് സൂര്യ അൺലീഷ്ഡ് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തതിൽ താങ്ക് യു ഗൈസ്. കാരണം നിങ്ങൾ നമ്മൾ ഇടുന്ന കോണ്ടന്റ് ഇഷ്ടപ്പെടുന്നത് കൊണ്ട്, അതിന്റെ റീച്ച് കൂടുന്നതും കൊണ്ടാണല്ലോ നമുക്ക് ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത് ഗൈസ്. ഞാൻ മൂവി ഫീൽഡിൽ നിന്ന് ഒരാളല്ല, ഞാൻ വ്ളോഗിങ് ഫീൽഡിൽ നിന്നുള്ള ഒരാളല്ല, എനിക്ക് പൊളിറ്റിക്സിനെ കുറിച്ച് നോളജ് ഇല്ല. പല കാര്യങ്ങളിലും എൻ്റെ നോളജ് വളരെ കുറവാണ്. ഞാൻ ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നതിൽ നിന്നുമാണ് പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ. പക്ഷെ ഇത് ജെന്യുവിൻലി എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു ഫീൽഡാണ് ഗൈസ്. സോ എന്തായാലും നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. രാവിലെ എഴുന്നേറ്റ് 9 ദിവസത്തിന് ശേഷം ഇന്ന് വർക്കൗട്ട് ചെയ്തപ്പോ കുഴപ്പമില്ല ഗൈസ്. പക്ഷെ ഇന്ന് നമ്മൾ 40 പുഷപ്പ് എടുത്ത് ഗൈസ്. അതിലും ഒറ്റ സ്ട്രെച്ചിന് ഞാൻ 24 പുഷപ്പ് എടുത്ത്. സോ ഹാപ്പി അബൌട്ട് ദാറ്റ് ടു. ഞാനപ്പോ കുറച്ച് സമാധാനമായിട്ട് അങ്ങോട്ട് പോയിട്ട് സംസാരിക്കാം. ഓക്കെ ഓക്കെ കുട്ടിയെ നമുക്ക് ഇങ്ങോട്ട് പോവാം ഗൈസ്. അവൻ അവിടെ വൈറ്റിലയിൽ നിൽക്കാന്ന് പറഞ്ഞു. ഹലോ മിസ്റ്റർ നാരായണൻകുട്ടി, കാലം കൂടെ ആയിട്ടൊക്കെ എങ്ങോട്ട് പോണ്? ഞാൻ രാവിലെ സൺബാത്തിന് പോയതായിരുന്നു. സൺബാത്താ? അതായത് ഒരു 9:30 ഇറങ്ങിയടാ. അതിന്റെ ഇടയിൽ കൂടെ 2 കോള് വന്നു, അപ്പൊ നിർത്തി സംസാരിക്കേണ്ടി വന്നു. എടാ നാരായണൻകുട്ടി, ആദ്യം തന്നെ ഞാൻ നിന്റെ അടുത്ത് കേട്ട് സാബുണ്ണും മഞ്ജുവായിട്ടുള്ള പോഡ്കാസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെയൊക്കെ വേദന എടുത്ത അവസാനം. പക്ഷെ ആൾക്കാർക്കും അത് കണക്ക് ചിരി വരുവോ? വന്നു കഴിഞ്ഞാൽ പൊളിക്കും കേട്ടാ, പൊളിക്കും. പക്ഷെ അത് ആ കോംബോ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ട് വർക്കാവുമെന്ന് തോന്നുന്നു. ഇന്നലത്തെ നീ കേൾക്കാൻ വഴിയില്ല, കാരണം ബിസിനസിന്റെ ആയതുകൊണ്ട് നീ ഇടക്കിടക്ക് മുങ്ങുന്നുണ്ടായിരുന്നു. അല്ല, എനിക്ക് വേറെ പണിയുണ്ടായിരുന്നു. ലിസ്റ്റ് അതെ ഗൈസ്, നമ്മുടെ ബമ്പർ ചിരിയില്ല നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ എല്ലാം ഒരു ലിസ്റ്റ് നമ്മൾ റെഡിയാക്കിയിട്ട് അവരെ എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി കുറച്ച് ഇതുള്ള ആർട്ടിസ്റ്റുകളെയൊക്കെ നമ്മൾ അവിടെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യണം. അപ്പൊ അവരുടെ ലിസ്റ്റ് ഇന്നലെ ഉണ്ടാക്കായിരുന്നു കേസ്. അത് തീർന്നില്ലേടാ? ഓക്കെ, അപ്പൊ അവരെ നമുക്ക് ഇന്ന് വിളിക്കണം. പിന്നെ ഇന്ന് തന്നെ മഴവില്ല് പോയിട്ട് ഞാൻ വിളിച്ചു, മിസ്സായി പോയ കുറച്ച് പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട്. അവരെയും കൂടെ വിളിച്ചിട്ട് വേണം നമുക്ക് നാട്ടിലോട്ട് പോകാൻ. അപ്പൊ എന്തായാലും ആദ്യം നമുക്ക് പോയി ചിത്തിലപ്പള്ളി സാറിന്റെ പോഡ്കാസ്റ്റ് എടുക്കാം. ഇടോ ആരെന്നാരടാ അതിന്റെ വിചാരം ഇന്ന് വരാൻ പോണത്? ഓണർ, വീഗാർഡ് സ്റ്റെബിലൈസറിന്റെ ഒക്കെ ഫൗണ്ടർ. പൊളിക്കും കൈസ് നമ്മളിന്ന്. പക്ഷേ എന്റെ ഈ ഡ്രസ്സ് ചേരുന്നുണ്ടോന്ന് എനിക്ക് നല്ലൊരു സംശയം. കാണിച്ചു കൊടുത്തേടാ. എന്റെ ഗൈസ് ഇപ്രാവശ്യം 4 ദിവസത്തെ ട്രിപ്പ് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞാൽ ഞാൻ അധികം ഡ്രസ്സ് എടുത്തില്ലായിരുന്നു. ബാക്കി വന്ന ഇത് 2 മാത്രമേ ഉള്ളൂ ഇടാത്തതായിട്ട്. ഒരു ഉടുപ്പ് മാറ്റിയെടുക്കാം, ടീഷർട്ട് അങ്ങനെ എടുക്കാം. കാരണം ഇത് മറ്റേ ഓണത്തിനുള്ള സാധനമായി പോയി. അല്ലെങ്കിൽ ഇതിനോട് മുണ്ടിട്ടാ ഈ കളർ ചിലപ്പോ അവിടെ വരുമ്പോഴത്തേക്ക് കൊച്ചനെ നിൽക്കും അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളൊരു ഡ്രസ്സും എടുത്തിട്ട് ഞങ്ങൾ പോഡ്കാസ്റ്റിന് എടുക്കാൻ പോട്ടെ സുഹൃത്തുക്കളെ. ഓ എന്റെ മോനെ, എന്തൊരു മനുഷ്യനടാ. ഭയങ്കര ഡൗൺ ടു എർത്ത്, ഭയങ്കര സിമ്പിൾ, ഭയങ്കര എലിഗന്റ് ആൻഡ് ഹൈലി നോളജബിൾ ഗൈസ്. റിയലി ഹാപ്പി. ഇന്നലത്തെ ബിസിനസ് പോഡ്കാസ്റ്റ് പൊളിച്ചില്ലായിരുന്നാടാ? സാറ് എന്ന് പറഞ്ഞടാ 75 വയസ്സ്. എന്റെ അച്ഛനെക്കാളും 10 വയസ്സ് കൂടുതലാടാ. ആ ടൈമിലും പുള്ളി ഇവിടെ വന്നു. ഇത്രയും നേരം ഇരിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പുള്ളിക്കാരൻ ഭയങ്കര കോപ്പറേറ്റീവ്, ഭയങ്കര ഫണ്ണി, ഭയങ്കര രസമായിട്ട് ചെയ്തല്ലേടാ. സംസാരിച്ചു. നാരായണൻകുട്ടിയുടെ രസമൊക്കെ വന്ന് കാര്യമൊക്കെ പറഞ്ഞില്ലേ? ഇവരൊക്കെ ആ ഒരു പൊസിഷനിൽ എത്തുന്നത് അതുകൊണ്ടാണ്. ആണെടാ, അവരുടെ സിംപ്ലിസിറ്റി ഇതൊക്കെ കണ്ട് പഠിക്കണം ഗൈസ്.
ലിറ്ററലി ചെറിയ എന്തെങ്കിലും ഒരു സക്സസ് കിട്ടുമ്പോഴത്തേക്കും വലിയ ജാടയൊക്കെ തലേ കയറി ഹെഡ് വെയിറ്റും കയറി നടക്കുന്ന ആൾക്കാർ ഇതുപോലുള്ള വലിയ വലിയ ആൾക്കാരുടെ ക്യാരക്ടർ കണ്ട് പഠിക്കണം. കാരണം ഇവരുടെ ഉയർച്ച കൂടുന്തോറും അവരൊക്കെ അത്ര ഹമ്പിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. നിനക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേടാ? ഇവിടെ ഇപ്പൊ എത്രയോ ഫേമസ് ആൾക്കാർ വന്ന്, എത്രയോ നമ്മൾ പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ് വന്നു, പക്ഷെ അവരുടെ സക്സസ് കൂടുന്തോറും അവരുടെ എളിമത്വം അവരുടെ ക്യാരക്ടറിലും അത് പ്രതിഫലിക്കും. ഇന്നലെ അജ്മലിക്ക സംസാരിച്ചു, പുള്ളി അവരുടെ സ്റ്റാഫുമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് അതെ ഗൈസ്, ഈ 3 പോഡ്കാസ്റ്റിലൂടെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ട്രസ്റ്റ്. അത് നിങ്ങൾക്ക് സാബുണ്ണന്റെയും അജ്മലിക്കയുടെയും നമ്മുടെ ചിത്തലപ്പള്ളി സാറിന്റെയും കേൾക്കുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നെ ഇതാണ് ഞാൻ എടുത്ത ഉടുപ്പ് കേട്ടോ. മറ്റേ ഫ്ലക്ചറിരിക്കുന്ന ഷർട്ട് മാറ്റിയിട്ട് ഇതെടുത്തിട്ട്, പിന്നെ ഗൈസ് ഈ ബെർക്കിൻ സ്റ്റോക്ക് മഴയത്തിട്ടൂടാ എന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഇതാണ് മഴയത്തിട്ടാനുള്ള അവസ്ഥ ഗൈസ്. ഇത് ഒട്ടിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ബെർക്കിൻ സ്റ്റോക്കിന്റെ തന്നെ ഷോപ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു നോക്കാം. എന്നിട്ട് ഒട്ടിക്കാൻ പറ്റുമെങ്കിൽ ഒട്ടിക്കാൻ ഗൈസ്, ഇല്ലെങ്കിൽ പുതിയ ബെർക്കിൻ സ്റ്റോക്ക് വാങ്ങേണ്ടി വരും. അതിപ്പോ ഞാൻ പറഞ്ഞ കണക്ക് ഇത് മഴയത്തിട്ടരുത്. ഇനി ഞങ്ങള് പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. ഇപ്പൊ സന്ദീപ് വന്നു ഗൈസ്, ഞങ്ങള് ഇനിയിപ്പോ അവനെ വിളിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. സന്ദീപേ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. എടാ ഞാൻ അവിടെ നിന്ന് ഒരാഴ്ച അല്ല 5 ദിവസമായല്ലേ? ഒരാഴ്ച. എടാ എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം? ആന്റി മാമനും ഞാനും എല്ലാരും കൂടെ കല്യാണം വിളിച്ച് തകർക്കാനല്ലേടാ? ഇന്നലെ അച്ഛൻ വിളിച്ചപ്പോഴത്തേക്ക് തേമ്പാമൂടൊക്കെ പോരുതെന്ന് പറഞ്ഞു. ഇന്ന് മാമനും ആന്റിയും കൂടെ ഗോകുലത്തുള്ള ഡോക്ടർമാരെ വിളിക്കാനായിട്ട്. വല്യച്ഛന് ഒരു വലിയ ഗ്യാങ് വേറെ ഉണ്ട് ഗൈസ്. ആ ഗ്യാങ്ങിന് വേണ്ടി ഇനി പരിപാടികളൊക്കെ നമ്മൾ വേറെ സെറ്റ് ചെയ്യണം. ഒരു ദിവസം മുന്നേ എന്തായാലും അവരൊക്കെ അവിടെ കാണും, നമുക്ക് ഡീലും ചെയ്യണം അതൊക്കെ. പിന്നെ അവിടെ ബാക്കി എല്ലാം കുഴപ്പമൊന്നുമില്ല, പരിപാടിയെല്ലാം സെറ്റ്. അപ്പോ ഇനി ഞങ്ങളുണ്ടല്ലോ ഗൈസ്, എറണാകുളത്ത് നമ്മുടെ ഫംഗ്ഷന് വേണ്ടിയിട്ട് 1-2 സ്ഥലം നോക്കാറുണ്ട്. നന്ദു അതിന്റെ എനിക്കിങ്ങനെ അയച്ചു തന്നോണ്ടിരിക്കണം. അപ്പൊ അതും കൂടെ ഒക്കെ നോക്കിയിട്ട് ഞാൻ വരാം. എന്നിട്ട് നമുക്ക് മഴവില്ല് പോയി വിളിക്കണം. കുറച്ച് പരിപാടികളുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരാം ഗൈസ്. വിശക്കുകയും ചെയ്യുന്നു, കഴിക്കുകയും വേണം. വി വിൽ കം ബാക്ക്. ഇന്നത്തെ എല്ലാ പരിപാടിയും കൂടെ ചെയ്ത് സെറ്റ് ചെയ്ത് കണ്ട് എൻ്റെ പള്ളി ഗൈസ് 8 മണിയായി. ഞാൻ തിരിച്ചതാ ചീനിവലയിൽ വന്ന് വണ്ടിക്കകത്ത് സാധനങ്ങളൊക്കെ ഇപ്പോൾ എടുത്ത് കയറ്റിയിട്ട് നമ്മളിനി ഇറങ്ങാൻ പോവുകയാണ് ഗൈസ്. നമ്മൾ സ്ഥലം നോക്കി, എറണാകുളത്ത് വെച്ച് നമ്മൾ നടത്താൻ പോണ ഒരു കുഞ്ഞിവെന്റ് അതിന് വേണ്ടിയിട്ടൊരു സ്ഥലം നോക്കി. കാരണം അന്ന് ഞാൻ വെച്ചിട്ട് ഡിസ്കസ് ചെയ്ത ഓർമ്മയുണ്ടോ, നമ്മുടെ നാട്ടിലെ ഫംഗ്ഷനും സെപ്പറേറ്റ്, ഈ ഇൻഫ്ലുവൻസേഴ്സും സെലിബ്രിറ്റീസ് ഉള്ളവർക്ക് സെപ്പറേറ്റ്. അപ്പോഴത്തേക്ക് നമുക്ക് തള്ളിക്കയറ്റം അല്ലെങ്കിൽ കുഴച്ചിൽ മറിച്ചിൽ മാറ്റാനായിട്ട് നമ്മൾ 2 എണ്ണമായിട്ട് സെറ്റ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്ത് ഗൈസ്. അപ്പോൾ എറണാകുളത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ട് സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി പല്ല് ക്ലീൻ ചെയ്ത് കുറച്ച് ദിവസമായിട്ട്. എൻ്റെ ഈ അല്ല് അടുക്കല്ല ഗൈസ്, ഇത് കുറച്ച് ഇവിടെ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. അപ്പോൾ അത് കാരണം പല്ല് വയ്ക്കുമ്പോഴത്തേക്കും ഇവിടെ ഒന്നും ക്ലീൻ ആവില്ല അധികം. അപ്പോൾ അത് പോയെന്ന് ക്ലീൻ ചെയ്ത് കുറച്ച് ദിവസമായിട്ട് ഞാൻ വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അത് കണ്ടപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞ് ഇപ്പോൾ കമ്പിയിടാതെ തന്നെ എന്തോ ഒരു ഇൻഹിസിബിൾ എന്തൊരു സാധനം ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഞാൻ ആലോചിക്കാം. ഞാൻ പറഞ്ഞു എന്തുണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞ് അവിടെ ചാടി ഗൈസ്. ഇനി ഈ ചെരുപ്പ് ഒന്ന് മാറണം. അപ്പം നമുക്ക് ഫോറം മോളിൽ പോയി അവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ട് നമുക്ക് ഈ ചെരുപ്പ് മാറ്റിയിട്ട് ഇറങ്ങാം തിരിച്ച് നാട്ടിലോട്ട്. നിങ്ങളിത് കാണുമ്പോൾ ഞാൻ ഒരു ദിവസം ആയിട്ടേ ഉള്ളൂ ഇങ്ങ് വന്നിട്ട് 2 ദിവസം, ഇത് കുറേ നേരമില്ല ഞാൻ പറയണ ബോറായി തുടങ്ങി. ഓക്കെ ഞാൻ ഇറങ്ങട്ടെ ഗൈസ്, നമുക്ക് ഫോറം മോളിൽ പോവാം. സനിബ്രഹ്മം വരാമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഒന്നിച്ച് ഡിന്നറും കഴിച്ചിട്ട് നമുക്ക് തിരിച്ച് നേരെ തിരുവനന്തപുരത്തോട്ട് പോവാം. വണ്ടിയുടെ സന്ദീപേ ബ്രോ എന്തൊരു 10 പേര് ഞാൻ പറയടാ. എന്തൊരു സനിബ്രോ മാത്രം വേല പാർക്കിംഗ്. സനിബ്രോക്ക് വേല കിട്ടിയില്ലേ? മറ്റേ ടോക്കിയോ ഡ്രിഫ്റ്റിലോട്ട് വേല കിട്ടിയില്ലേ? ഭാഗ്യത്തിന് ഒരു നില ടോക്കിയോ ഡ്രിഫ്റ്റ് അടിച്ചപ്പോ തന്നെ ഇവിടെ കിട്ടിയായിരുന്നോ? നമുക്ക് ചെന്നപ്പോ ഉണ്ടായിരുന്നല്ലേടാ? നമ്മളെ സമയം കൊള്ളാന്നുള്ളോണ്ട് വരണം. ഇവിടെ അവനാളുണ്ട്, അൽത്താഫിനെ പോലെ ഇങ്ങനെ ഒരുത്തുണ്ട്. അവനാണ് സനിബ്രോ ഇത് കണ്ട ബെർക്കിൻ സ്റ്റോക്ക്. ഓ ഹലോ നമസ്കാരം. അവൻ വെള്ളം കുടിച്ചോട്ടെ, റിലാക്സ് ചെയ്തോട്ടെ. ഹലോ എടാ എന്നെ വെറുതെ വിടലടാ, ബേസിൽ യൂണിവേഴ്സിറ്റി കയറ്റല്ലേടാ. ആ ഓക്കെ താങ്ക് യു. ശരി കേട്ടോ. വാ സനിബ്രോ മഴയത്തിട്ട് ഇറങ്ങി പെട്ടുപോയി. മഴയത്തിട്ടാ പൊട്ടും. അത് ഒട്ടിച്ചു തരുമെന്ന് ചോദിക്കാൻ പോവേണം. അത് പറ്റൂല, എന്താണ് ചെരുപ്പൂത്തികളാണ്. ചെരുപ്പ് വാങ്ങിക്കാൻ പറയും. എന്നാ വാങ്ങിക്കാം. പക്ഷെ അത് മോശമായി പോയ കേസ്. അവര് ഒരെണ്ണമൊക്കെ ഒട്ടിച്ചു തരാനൊക്കെ ഒട്ടിച്ചാൽ
ആടാ ഫെവിക്വിക്ക് വെച്ച് അങ്ങനെ ഇവിടെ ഒരു ഒട്ടിച്ച് തന്നില്ലെങ്കിൽ ഞാൻ ഫെവിക്വിക്ക് ഇല്ലേ ഇല്ലല്ലേ ചോദിച്ചോക്കെ ഇത് ഒട്ടിക്കുമോ ആദ്യം. ആ ഇത് പുതിയ ഡിസൈൻ, ഇതാണ് ഞാൻ വർഷയ്ക്ക് വാങ്ങിച്ചു കൊടുത്തത്. ബ്രോ ഇത് ഇളകി ഒട്ടിക്കാൻ പറ്റുമോ? അത് ഇവിടെ സെറ്റ് ആക്കുമോ? സർവീസ് സെന്റർ വൈസ് ഒന്നുമില്ല. ഇല്ലേ? അല്ലാതെ ഇത് എവിടെയെങ്കിലും പുറത്തു കൊടുത്ത് സെറ്റ് ആക്കേണ്ടി വരും അല്ലേ? മഴയത്ത് ഇടാൻ പറഞ്ഞ ബെർക്കിൻ സ്റ്റോക്ക് ഉണ്ടോ? ആ സനി ബ്രോ മഴയത്ത് ഇടാൻ പറഞ്ഞ ബെർക്കിൻ സ്റ്റോക്ക് ഉണ്ടെന്ന്. അതുണ്ട്, എന്റെ ഉണ്ടോ? അത് തന്നെ ഒരു കളർ എടുത്തേ സനി ബ്രോ. ഏതായാലും കുഴപ്പമില്ല. ഇതെങ്ങനെയുണ്ട്? ഇതുപോലത്തെ അതൊരെണ്ണം എടുത്താലോ? വൈറ്റ് ഇട്ട അഴുക്കായി ഉണ്ടളവോ? ക്ലീനിങ് സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ ക്ലീൻ ചെയ്യണ്ടേ? അതുകൊണ്ട് വേണ്ട. അയ്യോ ഇതെന്ത് ലൈറ്റ് വെയിറ്റ് ഇത്? എന്താ ബ്രോ? EVA ബ്രോ. അപ്പാപ്പന്മാരെ ചെരുപ്പ് ചുമ്മാ ഇത് ട്രെൻഡി മോഡലാണോ ബ്രോ ഇത്? മമ്മൂക്കക്ക് ആണാണ് പ്രായമായില്ലേ? ആണല്ലേ? ട്രെൻഡിങ് സാധനങ്ങളാണ്. പുള്ളി നല്ല എങ്ങാണ്ടല്ലേ അഭിനയിച്ചിരിക്കുന്ന ആണല്ലേ? ആണാ? ഇതാണ് അപ്പന്മാരുണ്ടത്? ഇതെത്ര ബ്രോ സൈസ്? എനിക്കൊരു 10ന്റെ ഒരെണ്ണം എന്ന് എടുക്കോ? ഇടാൻ കുറച്ച് പണിയാണ് കേട്ടോ. ഏത് സനി ബ്രോ? ഇങ്ങനെ ഇതാണ് നല്ലത്. ഇങ്ങനെയുള്ളത് അതെ 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 അതെ. ഇത് ഇത് പുറത്തു കൊടുത്ത് ഒട്ടിച്ചേരും. പുറത്തു കൊടുത്തത് ഒട്ടിച്ചേരും അല്ലേ? ഇവിടെ നിങ്ങൾക്ക് സർവീസ് സെന്റർ ഒന്നുമില്ല? സർവീസ് സെന്റർ അല്ലാതെ വരാറുണ്ടോ? ഇന്ത്യയിലും ഇല്ലേ? യൂറോപ്പിലാണെങ്കിൽ സർവീസ് സെന്ററിന്റെ ആവശ്യം വരല്ല. അവിടെ മഴയില്ലല്ലോ അധികം. ഉണ്ടോ? സനുബ്രോ ഈ ഡിസൈൻ നോക്കണോ അതാ ഇങ്ങനത്തെ ഡിസൈൻ നോക്കണോ? ഇത് തന്നെ നോക്കാം അല്ലേ? ഇത് കുറച്ചുകൂടെ ഒരു എന്താ ഗ്രിപ്പ് അതിന് കൂടുതലായിരിക്കും അല്ലേ? അപ്പൊ പിന്നെ ഇതിന്റെ തന്നെ ഒരെണ്ണം എടുക്കും. ഓ പിങ്കേഷ് അല്ല അത് വേണ്ട, ഞാൻ എടുത്തത് അമ്പമ്പാടി ഗേൾ. ആ ഓക്കെ. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് കേട്ടാ. ഇത് വേണ്ടേ? വേണ്ട, ചെറുതെടുത്ത് തന്ന അയ്യവ സനുബ്രോ പൊളി സാധനം. സന്ദീപ് ഒരു സൈഡിൽ നിൽക്കുന്നേ ഉള്ളൂ. കൊള്ളാം സനുബ്രോ. ഇത് നല്ല ഭയങ്കര ഭയങ്കര സോഫ്റ്റ് കേട്ടോ. ഇത് നമ്പൂതിരിമാരുടെ പഴയ മെതിയടിയില്ലേ? ഓ അത് കണക്കുണ്ടോ? ഇത് സത്യം ട്രഡീഷണൽസിന്റെ കൂടെ ഇടാനാണ്. സെറ്റ് അല്ലേ? കൊള്ളാം. മറ്റേ കളർ ഇത് മതി. വേറെ വേറെ ട്രെൻഡി കളർ ഉണ്ടോ? വൈറ്റ്, ഈ ഗ്രീൻ എടുക്കാം സനുബ്രോ. ഇതിന്റെ എടുത്തോ? സൈസ് ഇല്ലേ? നന്നായി, താങ്ക്സ്. നല്ല കളറൊക്കെ സൈസ് പോകും. വെള്ളം എടുക്കണമെങ്കിൽ ക്ലീൻ ചെയ്ത് എന്റെ പിണ്ടളോ, അതുകൊണ്ടാണ് വെള്ളം എടുക്കാത്തത്. ഇത് ക്രോക്സിനെ കോപ്പി അടിച്ചല്ലേ? എല്ലാത്തിനും വരുന്നുണ്ട്. പക്ഷെ ഇത് പഴയ മോഡലിന്റെ പുതിയ വേർഷൻ. ഇത് പക്ഷെ ക്രോക്സ് അല്ലേ? ക്രോക്സ് അല്ല, ബെർക്കിൻ സ്റ്റോക്ക് ആണെന്ന്. ക്ലോഗ് അല്ലേ? ഞാൻ ഒരെണ്ണം എടുക്കട്ടെ കേസ്. 4990. ഇത് തന്നെ എടുത്ത കേസ്. വേറെ ഒന്നും ഓപ്ഷൻ നമ്മൾ പോയില്ല. കോർക്ക് ബേസ്ഡ് മോഡൽ വെച്ച് നോക്കുമ്പോ ഇതിന്റെ റേറ്റ് കുറവാണല്ലേ സനുബ്രോ? ആ റബ്ബർ ആണോ? ആ ഇനി വെള്ളത്തിൽ ഞാൻ ഇട്ടോണ്ട് നടക്കും. ഇത് ബോട്ടായിട്ടാ? ഓക്കെ. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം കേസ്. നമ്മൾ എവിടെയാ സനുബ്രോ ഫുഡ് കഴിക്കാൻ പോണത്? ഇന്ന് ഫുഡ് ബ്ലോഗൊന്നും അല്ല, നമ്മൾ ജസ്റ്റ് കഴിക്കണമെന്നേ ഉള്ളൂ. യൂമിയിൽ. ആ ഓക്കെ. യൂമിയിൽ പോയി നമ്മൾ ജാപ്പനീസ് ഫുഡ് കേട്ടിട്ടെ കേസ്. കുറച്ച്
കല്യാണം അടുത്ത കേസ് എവിടെ സനുബ്രോസ് കട്ട ബോഡി ഞാൻ ഡോസ് കൊടുത്തു എന്നെ ഫുഡ് അടിപ്പിച്ച് ഞാനും കൂടെ വരെയല്ലേ ഫുഡ് അടിക്കാൻ രാവിലെ ആകുമ്പോ ന്യൂട്രീഷനിസ്റ്റ് ജിം ട്രെയിനർ വീട്ടിലിരുത്തിയും നാട്ടിലിരുത്തിയൊക്കെ കഥ ഉരുട്ടിയൊക്കെ എവൻ നല്ല വെളിയിരിക്കുന്ന ഞാൻ നിർത്തി കേസ് ഇനി ഫുഡ് ആടി എന്ന് വിളിക്കുന്ന മനെ വെടിവെച്ചു ആ പേര് എനിക്ക് വേണ്ട നോ ഐ റിസൈൻ ഫ്രം ദിസ് പോസ്റ്റ് അയ്യോ മുണ്ടെടുക്കാനുള്ളതാണ് മുണ്ട് എന്തായാലും നിങ്ങൾ കൊടുക്കൂലേ ഡബിൾ മുണ്ടാവുന്നേ ഉള്ളൂ അല്ല ഡബിൾ മുണ്ടേ കൊടുക്കാവൂ സിംഗിൾ മുണ്ടാവുമ്പോ ട്രാൻസ്പെറന്റ് ആവും ഓ അതാണ് എന്റെ പ്രശ്നം ഞാൻ സൈസിന്റേതാണ് എനിക്ക് അതുകൊണ്ടാ ഞാൻ മുണ്ട് കൊടുത്തിട്ടേ ഇല്ലല്ലേ നിങ്ങള് ഇത് മനുഷ്യനാണ് കുഴപ്പമില്ല നമുക്കത് സെറ്റ് ആക്കാം അതിന് തടി ഉണ്ടെങ്കിലും മുണ്ടെടുക്കണത് ഒരു പ്രശ്നമല്ല ഇല്ലല്ല എനിക്ക് പ്രശ്നം കോൺഫിഡൻസ് ആണോ ഹലോ തുറക്കട്ടെ വാതിൽ നമ്മളൊരു ടേബിൾ കണ്ടുപിടിച്ചിരിക്കട്ടെ ഗൈസ് ഗൈസ് എന്തോ ഒരു ഇഡ്ഡലി കുട്ടും പോലത്തെ സാധനം വന്നേക്കുന്നു ഇതിനാണ് ഡെലിഗേറ്റ് ചിക്കൻ ഡംപ്ലിങ്സ്. ഇതിവിടെ എന്തോ പുതിയ മാങ്ങ മന്ത് അടക്കാൻ ഇതെന്താ മെനു ആസാനി ബ്രോ സ്പെഷ്യൽ ഇത് സ്പെഷ്യൽ മെനു ആണല്ലേ മാങ്ക മത്സൂരി. ഓ ദാണ്ട ഗൈസ് എന്തൊരു സെറ്റപ്പ് വേണ്ട കൊള്ളാം ഇതെന്താ നോക്കട്ടാടാ. ഫാന്റാസ്റ്റിക്. ഉള്ളി അടക്കിയിരിക്കണ കേട്ടാ അന്ന് ഓർമ്മ നമ്മൾ ഹയാത്തിയും തിന്നത് അത് പൂ പോലെ ഇത് ഉള്ളി പോലെ. ഇതിന് ഒരുപാട് ഡിസൈനുകളുണ്ട് അല്ലേ കൊള്ളാം കേട്ടാ കഴിച്ചു നോക്കി എങ്ങനെ ഉണ്ടെന്ന് നോക്കി കേട്ടാടാ. ആദ്യം ചോപ്സ്റ്റിക്ക് തന്നില്ല കേട്ടാ. ചോപ്സ്റ്റിക്ക് വെച്ച് തിന്നാറിഞ്ഞൂടാ എന്നുള്ള എന്തോ സംഭവം അവര് ഊഹിച്ചു കേട്ടാ തിന്നാറിഞ്ഞൂടാ അല്ല ഇപ്പൊ കാണിച്ചു തരാം. ഇപ്പൊ ഇത് ഭയങ്കര ചൂടാണ്. ഇപ്പൊ ഞാൻ തിന്നു കഴിഞ്ഞാൽ അണ്ണാക്ക് വെള്ളിപ്പോ എന്റെ ഞാൻ പറഞ്ഞ മാങ്ങ ജ്യൂസറാ. മാങ്ങ ജ്യൂസ് കൊള്ളാവോ ഇതൊക്കെ ഒലിക്കുന്നല്ലോ ഓ അണ്ണാക്ക് പൊള്ളി അണ്ണാക്ക് എന്റെ കൊള്ളാം കേട്ടാടാ. കൊള്ളാവോ ഇതിന്റെ അകത്ത് എന്റെ ഐറ്റം എത്തി കണ്ട എന്തിനാണെന്ന് മനസ്സിലായ പച്ചമാങ്ങ സാലഡിനാണ് ഈ ഹൈപ്പ്. ഇതിന്റെ അകത്ത് ചെസ്നട്ടൊക്കെ ഉണ്ട്. ഭയങ്കര വെറൈറ്റി സാധനമാണ്. നല്ല അരിക്കും അഞ്ച് ഭയങ്കര ലൈറ്റ്. ആ മൈദ എന്ന് പറഞ്ഞ സാധനമേ ഇല്ല അതില്. മറ്റേതുപോലെ അല്ല, ഹയാത്തി കഴിച്ച പോലെ അല്ല. ഇതിൽ ആ റാപ്പ് കുറവാണ്, മൈദയെ കുറവാണ്. വായെടുത്ത് വെച്ചാണോ നിനക്ക് ഇങ്ങോട്ട് ചൂടാണ് എടുത്ത് വരച്ചു കൊടുക്കുന്നത്. അണ്ണാക്ക് ഉള്ളി പതുക്കെ തിന്നാ മതി. ഇതാണ് ഉള്ളി ഡെലിഗേറ്റ് ചിക്കൻ ഡംപ്ലിങ്സ്. പക്ഷെ വാട്ടർ ചെസ്നട്ടൊക്കെ വെച്ച് നല്ല കീടിലെ സാധനം കേട്ടാ. കിഴിയൊക്കെ പോലെ ഉണ്ട്. അതാണോടാ കിഴി പൊറോട്ടയൊക്കെ പോലെ. അതിലാണ് ഞാൻ പറഞ്ഞത് എന്റെ വാ പൊള്ളിയത്. ഗൈസ് അങ്ങനെ കിഴി ഡംപ്ലിങ് തിന്നാൻ പോകുന്ന കാത്തി. അങ്ങനെ വെളിയിൽ ഊതിയിട്ട് ഒരു കാര്യമില്ല. എന്റെ വാ പൊള്ളി. എന്താടാ കടിച്ചൊക്കെ പറ ബോംബാ അത്. മറ്റേ ഗ്രനേഡിന്റെ പിന്നൊക്കെ കടിച്ചെടുക്കണ പോലെ. ഓ മൈദ കഴിക്കാതിരിക്കാനുള്ള ഡെഡിക്കേഷൻ കണ്ട എന്റെ അമ്മ. മൈദ തോണ്ടിയെടുത്ത് വെളി വെച്ചേക്കുന്നു. നൈസല്ലേ ആ ഒരു. നീ കഴിച്ചോടാ ചിക്കൻ കഴിക്കുമല്ലോ. ഇല്ലടാ വലിയ ചൂടൊന്നുമില്ല. അവൻ അണ്ണാക്ക് ഇപ്പം മൊത്തത്തില് പണിയാവും. വലിയ ചൂടൊന്നും ഇല്ലെന്ന്. എന്തൊരു സ്നേഹമുള്ള മുതലാളികളാ. അവനാ ടേസ്റ്റ് പോലും കിട്ടും കാണൂല ആ ഉള്ളിയിട്ട്. നൈസല്ലേ? നീ ഒരു വെറൈറ്റി സാധനമല്ലേ അത്. ഓ അത് ഇറങ്ങിയല്ലേ കൊള്ളാം. ഇതാണ് എന്റെ റോ മാംഗോ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ. മോനെ പൊളിക്കാച്ച സാധനം. അതല്ലേ റോ മാംഗോ സാലഡ് ഭയങ്കര കിടിലെന്നുണ്ട്. ഒരുവിധം എല്ലാ റെസ്റ്റോറൻറ്റിലും ഉള്ളൊരു സാധനമാണ്. അതിപ്പോ സീസണും കൂടെ ആയതുകൊണ്ട് ഞാൻ കഴിക്കും. പിന്നല്ല കഴിക്കണമെന്നാ ഇത് ചോദ്യം. പച്ചമാങ്ങ എടുക്കുന്നു, ഇതിലിങ്ങനെ മിക്സ് ചെയ്യുന്നു, എടുക്കുന്നു. കിണ്ണ സാധനമല്ലേ അതിൻ്റെ ആ ഒരു സീസണിങ് സോസ്. ഓ കിടില സാധനമല്ലേ? പൊളി കാണും.
പുളിയൊക്കെ ഉണ്ട്, പുളി. നല്ല ടേസ്റ്റ്, പുളിപ്പും മധുരവും ഒക്കെ ഉണ്ട്. ടാമറിന്റെ ഇട്ടിട്ടുള്ളൊരു സോസാണ് ആണല്ലേ? അതായത് വെള്ളമില്ലേ, പുളിവെള്ളം പോലത്തെ സംഭവമാണ്. അപ്പൊ മാങ്ങയും പുളിയും എല്ലാം കൂടെ ഒക്കെ ചേർത്ത് കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് മൊത്തത്തിൽ ഒന്നിച്ചെടുത്ത് കഴിക്കുമ്പോൾ അത് മുക്കിയ വെള്ളം ടേസ്റ്റ് അല്ല, കിടില സാധനം കേട്ടാ. ഇത് ഇവന് മാത്രമുള്ള സാധനമാണ്, പോർക്ക്. ഞാൻ ഓർഡർ ചെയ്ത സാധനമായിരുന്നു. ഇത് കാർത്തികിന്റെ ആണ് ഗൈസ്. ഇത് ഞാൻ കഴിക്കൂല. പോർക്ക് ബെല്ലി, ചാർഷ്യൂ പോർക്ക് ബെല്ലി. ഇത് പന്നിയുടെ വയറ് അല്ലേ? അതല്ലേ ബെല്ലിയൻ പോർക്ക് ബെല്ലി. നല്ല സോഫ്റ്റ് പാർട്ടായിരിക്കും ചിലപ്പോ. എനിക്ക് അറിഞ്ഞൂടാ, ആദ്യമായിട്ടാണ് ഈ സാധനം നീ കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഫുഡ് ഡാഡിക്ക് ഇതൊക്കെ ഹറാമാണ്. ഫുഡ് ഡാഡിക്ക് നീ കഴിക്കുമല്ലോ, നീ കഴിക്കണം. നിന്റെ അഭിപ്രായം കൂടെ കിട്ടുമല്ലോ. അതെത്തങ്ങ് കഴിക്കും. നല്ല സോഫ്റ്റ് ആയിരിക്കുമല്ലോ മിക്കവാറും. പോർക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. അനന്തൂർ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. അവൻ പോർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലതാണ്. അമ്മാര് പോർക്ക് ഫാൻസ് ആണ് കേട്ടാ. മടാൻ തിന്നുന്നുണ്ട്. ഇപ്പം മട്ടനും ബീഫും പോലും കഴിക്കില്ല സനൂറോ. എല്ലാം അലർജി വരുമെന്ന് പറഞ്ഞ് കഴിക്കില്ലെന്ന് പറഞ്ഞാൽ എന്റെ കൂടെ ഇപ്പൊ എല്ലാം കഴിക്കും. അവനെ ഇവന്റെ കൂടെ കൂടി കഴിഞ്ഞാൽ എല്ലാമാരും ചീത്തയാവും കേട്ടാ. ഞാൻ നന്നായി, ഞാൻ വലിയൊരു വ്ളോഗറായി ഗൈസ്. അതെ ഗൈസ്, ഇത് നമ്മുടെ സാധനം മാങ്ങാ ജ്യൂസ്. മാങ്ങാണ്ടിയല്ലേ പട, ഇത് മാങ്ങാ ജ്യൂസാണ്, മാങ്ങാണ്ടി ഒന്നല്ലോ. ഞാൻ കേട്ട് ജ്യൂസ് എന്നാണ് പറഞ്ഞത്. ഞാൻ കേട്ടാ മാങ്ങാണ്ടി അങ്ങനെ എന്താ പറഞ്ഞത്. ഞാൻ ഇത്രയും മറ്റേ പോഷ് സാധനം പറഞ്ഞപ്പോ മാങ്ങാണ്ടി അതാണ് ഞാൻ കേട്ടത്. ഞാൻ കേട്ടതിന്റെ കുഴപ്പമാണ്. എനിക്ക് ഇത് മറ്റേ മാങ്ങ കുലുക്കി പോലത്തെ സാധനമാണ് കേട്ടാ. അതില് കുറച്ച് ഉപ്പ് മറ്റേ അങ്ങനത്തെ എന്തൊക്കെയോ സാധനം ആയിരുന്നു. എല്ലാം വെറൈറ്റീസ് ഐറ്റങ്ങളാണ് ഓർഡർ ചെയ്യണത് കേട്ടാ. ലെമണ്, ഹണി, ബ്ലാക്ക് സോൾട്ട്, ജിഞ്ചർ എയിലൊക്കെ ഉണ്ട്. അല്ലേ? ഒന്ന് കലക്കട്ടെ. അത്ര പോരായിരുന്നു തോന്നുന്നു. അല്ലല്ല, അതാ കലക്കി കുടിക്കണമെന്ന് പറഞ്ഞ മറന്നു. എന്തായാലും നമ്മളന്ന് വിളിച്ച കോൾഡ് ബ്രൂവിനെ കാട്ടി നല്ലതായിരിക്കും. പോടാ, കോൾഡ് ബ്രൂ ആൾക്കാർക്ക് അറിയാം. ആണല്ലേ? ആൾക്കാർ അന്ന് പറയുന്നുണ്ടായിരുന്നു അവരൊക്കെ ട്രൈ ചെയ്യണമെന്ന്. എനിക്ക് അഡ്രസ് വരെ ചോദിച്ചവരുണ്ട് കോൾഡ് ബ്രൂ നല്ലത് എവിടെ കിട്ടുമെന്ന്. ഇവിടെ വരുത്തനാണെങ്കിൽ കോൾഡ് ബ്രൂ അഴുവിയ കോഫി പോലും. അവൻ്റെ കൂടെ നടന്നു നിൽക്കാറും ഫുഡ് ഡാഡി എന്നുള്ള പേര് മാറി ഞാൻ വേറെ എന്തെങ്കിലും ആവണേടാ. മതി കലക്കിയത്. ഇതവർ കലക്കി കൊണ്ടുവന്നു ഇവിടെ. എങ്ങനെയുണ്ട്? ഇപ്പൊ രുചിയായ? ഞാനോ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അങ്ങനെ നമ്മൾ കുടിക്കുന്ന മാങ്ങ ഷേക്കൊന്നും അല്ല. ഇതെന്തോ സാധനം ഇത്? വേറൊരു ടേസ്റ്റാണ്. ബ്ലാക്ക് സോൾട്ടിന്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് കള്ളില്ലെങ്കിലും കള്ളുള്ള പോലെ ഒരു ഫീൽ ഉണ്ട്. കള്ളൊന്നുമില്ലടാ. അല്ല ഇല്ലെങ്കിലും ജിഞ്ചർ എയിലാണ്. അതായിരിക്കും. കൊള്ളാം ഗൈസ്, നല്ല സാധനം. റിഫ്രഷിംഗ് സാധനമാണ്. വെറൈറ്റി വെറൈറ്റി സാധനങ്ങളൊക്കെ ഞാൻ കഴിക്കും. പോർക്ക് ഇഷ്ടമുള്ളവർക്ക് ഗൈസ് ഒരു അസുലഭ മുഹൂർത്തം. ദേവന്മാരെ വയറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോർക്ക് ബെല്ലി ഞങ്ങളുടെ ബെല്ലിയിലോട്ട് പോകുന്നു. അതെ, ഇനി ഞങ്ങൾ കഴിച്ചിട്ട് വരാം ഗൈസ്. കഴിച്ചു കഴിഞ്ഞ് സെറ്റല്ലേ സനു ബ്രോ? നമുക്ക് ഇറങ്ങിയാലോ? പോടാ, അനങ്ങാൻ വയ്യ. ഇതെന്ത് പറ്റി സനു ബ്രോ? അത് എന്റെ ഒരു എന്താ പറയാ പ്ലാനിങ് പാളിപ്പോയി. അതിന്റെ അകത്ത് അടുക്കളയിലുള്ള ഇഞ്ചി മൊത്തം ഉണ്ടോ അതിന്റെ അകത്ത്. ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ നിറച്ച് ഇഞ്ചിര കടി, അതൊന്നും നല്ല കട്ടി എല്ലാം ഉണ്ട് അതിന്റെ അകത്ത്. ഞാനൊരു കഷായം കുടിച്ച ഫീലിംഗ്. ഞാൻ പേ ചെയ്തു. താങ്ക് യു, ബൈ. എത്രയാടാ സന്ദീപ്? ഓക്കെ, 3 പേര് കഴിച്ചപ്പോൾ 3065 രൂപ. ഇതിനൊക്കെയാണ് ഗൈസ് റേറ്റ് വന്നേക്കുന്നത്. ഗൈസ് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾക്കല്ല സത്യം പറഞ്ഞാൽ എനിക്കൊരാഗ്രഹം വ്യസന സമേതം ബന്ധുമിത്രാദികൾ ഒന്നുകൂടെ കാണണമെന്ന്. കാരണം ഞാൻ അന്ന് വിഷ്ണുവിൻ്റെ കൂടെ പോയിരുന്നത് കണ്ടു, പക്ഷേ സന്ദീപും കണ്ടിട്ടില്ല, സനുബ്രോയും കണ്ടിട്ടില്ല. എനിക്കിത് എത്രത്തോളം ആൾക്കാർ കൂടുതലുണ്ടോ ഗൈസ് അവരുടെ കൂടെ ഇരുന്ന് കാണാനായിട്ട്. സനുബ്രോ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മള് തിരുവനന്തപുരംകാരായോണ്ട് സനുബ്രോയ്ക്ക് അതുകൊണ്ടാണ് ഞാൻ കാണാൻ വിചാരിച്ചത്. അതെ അതെ, എനിക്ക് മനസ്സിലായി. ഷാസും പറഞ്ഞ് ഭയങ്കര പടമൊന്ന്, നീയും പറഞ്ഞ് ഭയങ്കര പടമൊന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാ പിന്നെ ട്രിവാൻഡ്രംകാരനായിട്ട് ഞാൻ കണ്ടില്ലെങ്കിൽ മോശമല്ലേ. അതാണ്. അപ്പൊ നമുക്ക് ചിരിക്കാൻ കുറെ ഉണ്ടെന്നാണ് അവനെ കളഞ്ഞാണ് നമ്മള്. അയ്യോ, സന്ദീപിനെ കളഞ്ഞു. ഞങ്ങള് സന്ദീപിനോട് എടുത്തിട്ട് എന്നാ സിനിമ കാണാൻ കയറട്ടെ. രസമുണ്ട്. ആൾക്കാരൊക്കെ നോക്കുന്നത് എനിക്ക് നാണം വരും. ആരാ
വീഡിയോ എടുക്കുന്ന ആളിനെ വീഡിയോ എടുക്കുന്നോടാ. ആരാ നിങ്ങളൊക്കെ? എന്താ ഞാനും എടുക്കും വീഡിയോ. ഹായ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ക്രോസ് വീഡിയോ. ഹലോ. മൂൺ വാക്കിന്റെ അയ്യോ അയ്യോ എനിക്ക് ഓർമ്മയുണ്ട്. പേരെന്താ? അടിപൊളി. കാണുന്നില്ലല്ലോ എന്നുള്ളൊരു പേടി. ഇതെന്റെ ബ്ലോഗാണ് കേട്ടോ. അല്ല ഇത് ബ്ലോഗാണ്. സനു ബ്രോ ഇത് മറ്റേ മൂൺ വാക്കിലെ നായികയാണ്. ഓ ഞാൻ കണ്ടില്ല പടം. ബട്ട് ഹി ടോൾഡ് റിയലി അടിപൊളി സംഭവം എന്ന് പറഞ്ഞായിരുന്നു. നീയല്ലേ പറഞ്ഞ? അല്ല ശ്വാസാന്ന് പറഞ്ഞു. സോറി. നീ കണ്ടില്ലല്ലേ? മനുഷ്യ കണ്ടായിരുന്നു. പോഡ്കാസ്റ്റിന് ഒരു ഗ്യാപ്പ് കിട്ടില്ല. അതിനുശേഷം എനിക്ക് 3 എടുക്കാനുണ്ടായിരുന്നു. അതെ പിന്നെ പോയി സ്ലോട്ട് പോയി കയ്യിൽ നിന്ന് പോയി. നമുക്ക് പിടിക്കാം അടുത്ത വരുമ്പോഴത്തേക്ക് നമുക്ക്. ആണോ? ഓ ഫേമസ് ആയല്ലേ ആ ഒരു പടം ഹിറ്റായി. നല്ല അഭിപ്രായം അല്ലേ? ഞാൻ കണ്ടില്ല, കാണണമായിരുന്നു. ഷാസിന്റെ റിവ്യൂ നല്ല അടിപൊളിയാന്ന് പറഞ്ഞു. ആണോ? ഓക്കെ എന്തായാലും നൈസ് ടു മീറ്റ് യു. ശരി ഇല്ല മറന്നു. ഓർത്തു വെച്ചു പിക്ചർ ക്ലിക്ക്ഡ്. ആ ശരി. വ്ളോഗിൽ വരും. എന്റെ എല്ലാം മറ്റേ ലൈവ് അല്ലേ സാധനം? എന്തൊരു സാധനം ബ്രോ? ഈ വരുന്നവരൊക്കെ ലൈവായിട്ടല്ലേ വരുന്നത്. ഓ പിക്ചർ ക്ലിക്ഡ് അല്ലല്ലോ, വീഡിയോ അല്ലേ? ഇപ്പം എഡിറ്റിംഗിൽ അവന്മാര് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഒരു സീനങ്ങ് പോകും. നൈസ്. അപ്പൊ അവനോട് നടന്നു കഴിഞ്ഞാൽ എനിക്ക് മോഡൽസ് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. അയ്യോ ആ കൊച്ചിനോട് ചോദിക്കായിരുന്നല്ലേ? ഇല്ല കുഴപ്പമില്ല. ഫോട്ടോഷൂട്ട് പോഡ്കാസ്റ്റ് ഫോട്ടോഷൂട്ട് നമ്മളാടാ PR ഏജൻസിയോ? നമുക്ക് മേളിലോട്ട് കയറാം. ഇഷിതേ ഇത് വീഡിയോയിൽ എന്തായാലും ഇറങ്ങുമ്പോൾ നീ കാണുമല്ലോ. അപ്പൊ സനു ബ്രോ എറണാകുളത്തെ ദി ബെസ്റ്റ് ഫോട്ടോഗ്രാഫർ ആണ്. നിങ്ങളൊരു ഫോട്ടോഷൂട്ട് ചെയ്താൽ പൊളിക്കും. ചെയ്യാം. അതെ. അപ്പോ സനു മുഹമ്മദ് Instagram ID എവിടെയെങ്കിലും കൊടുത്തേക്കാം. കുറച്ചൊന്ന് സൈലന്റ് ഫോട്ടോഗ്രാഫർ ആണെന്നേ ഉള്ളൂ. കുറച്ച് നാളായി ഞാൻ ഫോട്ടോഷൂട്ട് സനു ബ്രോ വ്ളോഗും ചെയ്യും. ഞാൻ ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇരട്ടി പണി തന്നോണ്ടിരിക്കുകയാണല്ലോ ഫോട്ടോ. അപ്പൊ നിങ്ങളെ ഒന്ന് കണക്ട് ആവണം. ഓക്കെ. അപ്പൊ അടുത്ത കൊച്ചിന്റെ പടം ഇറങ്ങുമ്പോഴത്തേക്കും പോഡ്കാസ്റ്റിൽ എങ്ങാനും രക്ഷപ്പെടുന്നുണ്ട് കേട്ടാ. പുതിയ ആൾക്കാരൊക്കെ പടങ്ങളിൽ കൂടെ വരുന്നുണ്ട്. ഇടയ്ക്ക് വെച്ചൊരു ഡൗൺ സീൻ ഉണ്ടായിരുന്നു. ലൈക്ക് ടാലൻസ് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു മലയാള സിനിമയില്. ഇപ്പൊ കുറച്ചുകൂടെ മെച്ചപ്പെട്ട് വരുന്നുണ്ട്. സന്ദീപ് രാത്രി വണ്ടി ഓടിക്കാൻ കുഴപ്പമില്ലാണെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്താടാ? ഇല്ല. നമ്മൾ പിന്നെ എങ്ങനെയോട്ട് കയറി പോകുന്നത്? നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഇവിടെ ടിക്കറ്റ് ഒക്കെ എടുത്ത് വരട്ടെ. ഈ PXL മുതുക്ക് സ്ക്രീൻ ആണല്ലേ സനു ബ്രോ? പറഞ്ഞു വന്ന ആ മുതുക്കെന്നുള്ള വാക്ക് എന്റെ വായിലും കയറി. ഞാൻ കയറി ഉടനെ മുതുക്ക് തിയേറ്റർ. സനു ബ്രോ നിങ്ങളുടെ വായി കയറേണ്ട കാര്യമില്ല. നിങ്ങളുടെ വായി പണ്ടുണ്ടായിരുന്നതാണ് ഇതൊക്കെ. വായിൽ ഒരു മുതുക്കും ഇല്ലായിരുന്നു. നിങ്ങൾ തിരുവനന്തപുരത്ത് അല്ലായിരുന്നു. ഞാൻ ഈ മുതുക്കുന്ന വാക്കൊന്നും പറയില്ലായിരുന്നു. ഞാൻ എമ്മണ്ടൻ, വലിയ വിശ്രമിച്ച എന്ന് പറഞ്ഞാൽ കമ്പി ആയിന്നാണ്. അത് ഞാൻ പറഞ്ഞിട്ടില്ല. അത് യവനാണ് എനിക്കത് പറഞ്ഞു തന്നത്. എന്തൊക്കെ ആവശ്യമില്ലാത്ത വാക്കുകളുണ്ടോ അതൊക്കെ എന്റെ ഗുരുവാണ് പഠിപ്പിച്ചു തരുന്നത്. ഒരുമാതിരി ഞാനാണെങ്കിൽ ഈ വീട്ടിൽ സ്കൂളിലൊക്കെ ഉള്ളപ്പോഴത്തേക്ക് ഇവന്റെ അടുത്ത് ഇരിക്കരുത് പാരന്റ്സ് പറയണ കണക്കുള്ള ഒരുത്തരാണ് ഞാനെന്ന്. വൊക്കാബുലറിയുടെ കേസിൽ ഗുരു ആക്കരുത്. അത് നമ്മളതായിട്ടുള്ള വൊക്കാബുലറി വെച്ചേക്കുക. അല്ലെങ്കിൽ മുതുക്ക് വിജൃംഭിച്ച ആ സാധനങ്ങളൊക്കെ വായി വരും കേട്ടാ. നമ്മള് എല്ല് 10, 11, 12. അയ്യോ കംഫർട്ടബിൾ സീറ്റ്. കൊള്ളാം. കക്കൂസ് സീറ്റ് പോലെ അല്ലേ? കക്കൂസോ? ക്ലോസറ്റ് സീറ്റ് പോലെ കുറച്ച്. ഞാൻ വിചാരിച്ചു ഇവിടെ ഇപ്പോഴാണ് തിയേറ്റർ ഇൻസ്പെക്ഷൻ സൈസ് കണ്ടില്ല. ഇന്ന് ലൈറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും. ഇരിയടാ വന്നിരി. മറ്റേ തിയേറ്റർ എക്സാമിൻ ചെയ്യാൻ വന്നെങ്കിൽ ഇൻസ്പെക്ടറിനെ പോലെ കണ്ടിട്ട് ജെനുവിൻ അഭിപ്രായം പറയുമല്ലോ. പിന്നല്ല ഞാൻ ജെനുവിനാണ് കേസ് എല്ലാ കാര്യങ്ങളിലും. അല്ല വിജൃംഭിച്ച അഭിപ്രായം പറയും. ഒത്തിരി വെടുപ്പായിട്ട് പറഞ്ഞു തരും. അപ്പൊ ഗൈസ് ഞങ്ങളുടെ മുതുക്ക് തിയേറ്ററിലിരുന്ന് സിനിമ കണ്ടിട്ട് വരാം. ഗൈസ് 1 മണിയായപ്പോ ഞങ്ങള് മൂവി കഴിഞ്ഞിറങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നു സനു ബ്രോ മൂവി? സെറ്റ് അല്ലേ? എന്തൊക്കെ കണ്ടില്ല. പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. അഭിനയിച്ചല്ലേ നമ്മള് പെട്ടെന്ന് നമ്മളെ ട്രിവാൻഡ്രത്തോട്ട് കൊണ്ടുപോയൊരു ഫീലിംഗ്. സന്ദീപ് ചാന്നൊക്കെ തലകുത്തി എന്നൊക്കെ ചിരിക്കുന്നത്. ആരെടാ? ജോമോയ് നല്ലായിട്ട് വർക്കായല്ലേ കോമഡി. മനസ്സിലായി. സീനൊക്കെ ടിപ്പിക്കൽ ട്രിവാൻഡ്രം കേട്ടാ. ഗൈസ് ഇതൊരു എന്ന് പറഞ്ഞാ
കറക്റ്റ് ട്രിവാൻഡ്രം ലൈഫ് ഒരു പറിച്ചെടുത്ത് കാണിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ഇതിന്റെ ഡയറക്ടർ തോന്നക്കലാണ് വീട് എന്ന് പറഞ്ഞാ വർഷയുടെ വീടിന്റെ തൊട്ടപ്പുറത്താണ് അത്. എനിക്കിതിനകത്ത് അനശ്വര സംസാരിക്കണ കേൾക്കുമ്പോ എനിക്ക് അവളുടെ സ്ലാങ് ആണ് ഓർമ്മ പറഞ്ഞത് പെട്ടെന്ന്. അവസ്ഥ പിടിച്ച ട്രിവാൻഡ്രം. അയ്യോ ഭയങ്കര. ഞാൻ ഇത് നമ്മളെ ട്രിവാൻഡ്രത്തിലെ ആ ഒരു കയോസ് ഉണ്ടല്ലോ, അത് മൊത്തത്തിലെ സിനിമയിലുണ്ട്. അതായത് നമ്മളെ മറ്റേ ആൾക്കാരുടെ സ്വഭാവം അങ്ങനെയാണല്ലോ, ആ ഒരു അതെ എല്ലാം ഉണ്ട്. ക്യാരക്ടർ എടുത്ത് നോക്കിയേ, എല്ലാം കറക്റ്റ് നമുക്ക് അവിടെ എവിടെയൊക്കെ കാണാൻ പറ്റും. അതെ, നമ്മൾ ഒരു വീട്ടില് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ പറ്റും. വീട്ടിൽ കണ്ടാ കല്യാണ വീട്ടിൽ പോയാലും ഇതൊക്കെ തന്നെ. ഇതിപ്പോ എന്റെ അവിടെ വരുമ്പോ സന്മോക്ക് കാണാനില്ല, എന്റെ കല്യാണത്തിന് വരുമ്പോ സന്മോക്ക് വ്ളോഗും ചെയ്യാൻ വേണമെങ്കിൽ ഇത് ആയിട്ട് മാറി നിക്കണുണ്ട്. ഈ ഒരു സിനിമ കാണുമ്പം പഴയ ഓർമ്മകൾ വന്നു. നമ്മളിപ്പോഴും അവിടെയാണ് നിക്കണത്, അല്ലേടാ സന്ദീപ്? 3 ട്രിവാൻഡ്രംകാരാണല്ലോ. അതെ, രസമുണ്ടാണ് കേട്ടോ, നല്ല പടം. ഒരുപാട് ചിരിക്കാനുണ്ട്. മാറ്റതൊക്കെ കുറച്ച് ചെവി പോകണം. മറ്റേ അമ്മച്ചിമാരെ സംസാരം ഉണ്ടല്ലോ, മറ്റേ ഈ മരണ വീട്ടിലൊക്കെ കിടന്നിട്ട് അടുക്കള പുറത്തിരുന്നിട്ടുള്ള ഏഷണി സഹിക്കാൻ പറ്റണില്ല, സിനിമയെ പോലും സഹിക്കാൻ പറ്റില്ല. അത് ഇതൊക്കെ മാറി ജീവിക്കുന്നുണ്ടേ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോ തല പെരുകും. പണ്ട് നമ്മൾ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നല്ലോ. നമ്മളവിടെ ഇപ്പൊ വന്നാൽ ഇത് കാണാം, അല്ലേടാ സന്ദീപ്? അതിന്ന് മാറി നിൽക്കുന്നോണ്ട് എനിക്ക് സമാധാനം ഉണ്ടോ. എനിക്ക് ഈ സിനിമ കണ്ടപ്പോ തന്നെ എനിക്ക് ചെവി പറ്റെങ്കിലും പണ്ടാരം മറ്റേ ഒരാള് അലറിക്കളിഞ്ഞോണ്ട് വരുമല്ലോ. ഒപ്പാരി വെപ്പ് നമ്മളോടത്തെ ഒരു മെയിൻ സാധനമാണത്. ഡെഡ് ബോഡി വരെ എണീച്ചു അത് കേട്ടത്. ആ ലെവലില് അൺസഹിക്കബിൾ. ബ്ലൂ ഫിലിം കണക്കാ ഇതിനകത്ത്. അല്ല അതല്ല, ബ്ലൂ കളറായെന്ന് പറഞ്ഞതാണ്. അടിപൊളി. ഞാൻ പറഞ്ഞില്ല ഗൈസ്, നല്ല നല്ല പടമാണ് ഇത്. ആരെങ്കിലും ഇനി ഇത് ഇപ്പം തിയേറ്ററിലുണ്ട്, സ്ലാങ് മനസ്സിലാവില്ലായിരിക്കും, എന്നാലും ഒരു സൗത്ത് കേരളയിലുള്ളവർ എന്തായാലും മസ്റ്റ് വാച്ചാണ് ഗൈസ്. നിങ്ങൾക്ക് ഇത് 100% റിലേറ്റ്. അതുകൊണ്ടാണ് ഞാൻ ഈ കിടന്ന് 100 ഷോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി സനിബ്രോ ഞങ്ങളപ്പോ ശരി കാണാം. ഞാൻ വരാം, എനിക്ക് അറിഞ്ഞുകൂടാ, അടുത്ത ഡേറ്റിന് ഞാൻ വരാം. അപ്പൊ സന്ദീപേ, ഞങ്ങൾ ഇനി തിരുവനന്തപുരത്ത് ഞാൻ വീട്ടിൽ എത്തിയിട്ട് വരാം കേസ്. ഓക്കെ, ഇപ്പൊ മണി 1 നമ്മള് 2, 3, 4, 5 മണിയാവും ഒരിടങ്ങത്തും. 5:30 ആകുമ്പോ വീടെത്തും കേസ്. സനിബ്രോ ടാറ്റ, ബൈ 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 ബൈ. സനിബ്രോയുടെ വണ്ടി ഇവിടെ നമ്മുടെ താഴെ. ഞാൻ വീട്ടിൽ എത്തിയിട്ട് വരാം കേസ്. 5:15 വീട്ടിൽ എത്തിയിരിക്കുകയാണ് കേസ്. ഓൺ ദ വേ ഞാൻ ഫുൾ ഉറക്കമായിരുന്നു. ഞാൻ ബാക്കി കൂടെ പോയി ഉറങ്ങട്ടെ. പക്ഷെ പെട്ടെന്ന് ഞാൻ റൂമിൽ വന്ന് കയറിയപ്പോഴേ ഗൈസ്, ഇതെന്താ ഗൈസ് ഇത്? ആരാ നീ? എവിടെ നിന്ന് വന്നു? ഒരുപാട് അൺആൻസേർഡ് ആയ ക്വസ്റ്റ്യൻസ് സുഹൃത്തുക്കളെ. നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്, ബൈ ബൈ.